ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാട് 2-ാം അധ്യായത്തിലെ തിയത്തീറയിലെ സഭയ്ക്കുള്ള കത്താണ് നാം ഇന്ന് പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തിയത്തീറ സഭയുടെ പശ്ചാത്തലം നമ്മൾ കണ്ടു. 4ാമത് അവതരിപ്പിച്ചിരിക്കുന്ന ഈ സഭയുടെ കത്ത് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ സഭയ്ക്കുള്ള കത്താണ് എന്ന് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും നിസ്സാരയായ സഭയ്ക്കുള്ള കത്താണെങ്കിൽ പോലും ഏറ്റവും ദൈർഘ്യമേറിയ കത്താണ് നാം ഇവിടെ കാണുക. ഇന്ന് നാം ഈ കത്തിൻ്റെ ഘടനയിലേക്ക് ആദ്യമായി കടക്കാം. ഞാൻ ആദ്യ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ വെളിപാടിലുള്ള 7 കത്തുകൾക്കും ഏകദേശം സമാനമായിട്ടുള്ള ഘടന തന്നെയാണുള്ളത്. അത് തുടങ്ങുന്നത് ഏത് സഭയ്ക്കുള്ള കത്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. 2-ാം അധ്യായത്തിൽ 18ാമത്തെ വാക്യം അതിൻ്റെ ആദ്യ ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: തിയത്തീറയിലെ സഭയുടെ ദൂതന് എഴുതുക. അതിനുശേഷം ക്രിസ്തുവിനെ ഇവിടെ അവതരിപ്പിക്കുന്നു. അഗ്നിനാളം പോലെ മിഴികളും തിളങ്ങുന്ന പിത്തള പോലെ പാദങ്ങളുമുള്ള ദൈവപുത്രൻ ഇപ്രകാരം പറയുന്നു. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് സഭകളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. തുടർന്ന് ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അഗ്നിനാളം പോലെ മിഴികളുള്ള ഉദ്ധിതനായ ക്രിസ്തു സഭകളെ അറിയുന്നതാണ് ഇവിടെ വിവരിക്കുക. അത് 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനത് വായിക്കാം. നിൻ്റെ പ്രവൃത്തികൾ, നിൻ്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹനശക്തിയും ഞാൻ അറിയുന്നു. നിൻ്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ അധികമാണ്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നുണ്ട്. വ്യഭിചാരം ചെയ്യുകയും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കുകയും ചെയ്യുവാൻ എൻ്റെ ദാസരെ പഠിപ്പിക്കാനും വഴിതെറ്റിക്കാനും പ്രവാചികയെന്ന് സ്വയം വിളിക്കുന്ന ജസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. മാനസാന്തരപ്പെടാൻ ഞാൻ അവൾക്ക് സമയം നൽകി. എന്നാൽ തൻ്റെ വ്യഭിചാരത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ അവൾ കൂട്ടാക്കുന്നില്ല. തുടർന്ന് സഭയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ് നാം കാണുന്നത്. അത് 22ാമത്തെ വാക്യം മുതലാണ്. ഇതാ, അവളെ രോഗശയ്യയിലേക്കും അവളോടൊത്ത് വ്യഭിചരിക്കുന്നവരെ അവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വലിയ ക്ലേശങ്ങളിലേക്കും ഞാൻ വലിച്ചെറിയും. പിന്നെയും അത് തുടരുന്നു. നമുക്കത് വിശകലനത്തിൻ്റെ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വായിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതിനുശേഷം നാം കാണുന്നത് വിജയം വരിക്കുന്നവർക്കുള്ള വാഗ്ദാനമാണ്. അത് 26ാമത്തെ വാക്യം മുതലാണ്. വിജയം വരിക്കുന്നവന്, എൻ്റെ പ്രവൃത്തികൾ അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. അത് തുടരുന്നു. പിന്നെ അവസാനം 29ാമത്തെ വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പോൾ ഈ വെളിപാടിലെ ഈ കത്തിലും മറ്റ് കത്തുകളിൽ എന്നതുപോലെ തന്നെയുള്ള സമാനമായിട്ടുള്ള ഘടന നാം കണ്ടു. ഇനി ഇതിലെ ഓരോ ഭാഗമെടുത്ത് കൂടുതൽ വിശദമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. എന്താണ് ഗ്രന്ഥകാരൻ നമ്മോട് സംസാരിക്കുന്നത്, പറയുന്നത് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ്: അഗ്നിനാളം പോലെ മിഴികളും തിളങ്ങുന്ന പിത്തള പോലെ പാദങ്ങളുമുള്ള ദൈവപുത്രൻ ഇപ്രകാരം പറയുന്നു. ഇവിടെ ക്രിസ്തുവിന് നൽകുന്ന ആ ഒരു പേര് ദൈവപുത്രൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇപ്പോൾ ദൈവപുത്രൻ എന്ന് ഇവിടെ എടുത്തു പറയുമ്പോൾ യേശു ദൈവമാണ് എന്നത് വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നു. വെളിപാടിൽ ഇവിടെയാണ് യേശുവിനെ വ്യക്തമായിട്ട് ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. ഇനി ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ അതിന് വേറെ ഒരു കാരണം കൂടിയുണ്ട്. അന്നാളുകളിൽ ചക്രവർത്തിമാർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് കർത്താവും ദൈവവുമായവൻ എന്നാണ്. അപ്പോൾ റോമ ചക്രവർത്തിമാരെ അന്നാളുകളിൽ പ്രജകൾ വിളിച്ചിരുന്നത് കർത്താവും ദൈവവുമായവൻ എന്നാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നു യഥാർത്ഥത്തിൽ ദൈവം ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ദൈവപുത്രനായി ക്രിസ്തു മാത്രമാണ്. മാത്രമല്ല അന്നാളുകളിൽ ചക്രവർത്തിമാർ അവരാണ് ദൈവത്തിൻ്റെ മകൻ, പുത്രൻ എന്നും സ്വയം വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഗ്രന്ഥകാരൻ പറയുന്നു യേശു മാത്രമാണ് ദൈവപുത്രൻ. ഇനി അതോടുകൂടി പറയുന്ന ഒന്നാണ് അഗ്നിനാളം പോലെ മിഴികൾ ഉള്ളവൻ. അഗ്നിനാളം പോലെ മിഴികളുള്ളവൻ. അപ്പോൾ അത് പ്രധാനമായിട്ടും യേശുവിൻ്റെ ദൈവത്വം അത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല അഗ്നിനാളം പോലെ മിഴികളുള്ളവൻ എന്ന് വെച്ചാൽ സഭകളുടെ ജീവിതത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങി അവരുടെ അവസ്ഥ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നവനാണ് യേശു എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുന്നു. അപ്പോൾ സഭകളുടെ ജീവിതത്തിൽ പലപ്പോഴുമൊക്കെ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാണും. പുറമെയൊക്കെ നല്ലവരെന്ന് നടിക്കുന്നെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് അവർ യേശുവിൽ നിന്നും അകന്നൊക്കെ ആയിരിക്കാം ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ തിരിച്ചറിയുവാനായിട്ട് അഗ്നിനാളം പോലെ മിഴികളുള്ളവന് സാധിക്കും എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ തുടർന്ന് പറയുന്നു പിത്തള പോലെ പാദങ്ങളുള്ളവനാണ്. അപ്പോൾ എന്താണ് പിത്തള പോലെ പാദങ്ങളുള്ളവനാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ആ ചിത്രം കണ്ടപ്പോൾ അവിടെ നമ്മൾ പിത്തള പോലെ പാദങ്ങളുള്ള ആ മനുഷ്യപുത്രനെ കണ്ടായിരുന്നു. അപ്പോൾ പിത്തള പോലെ തിളങ്ങുന്ന പാദങ്ങളുള്ളവൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ഉറച്ച പാദങ്ങളുള്ളവൻ. അപ്പോൾ സഭകളോട് കൂടെ നിൽക്കുന്ന ആ ക്രിസ്തു ഉറച്ച പാദങ്ങളുള്ളവൻ എന്ന് വെച്ചാൽ സഭകളുടെ ജീവിതത്തിൽ എന്നും സ്ഥൈര്യത്തോടെ നിൽക്കുന്നവനാണ്. അവരുടെ ആവശ്യങ്ങൾ എപ്പോഴും അവരെ സഹായിക്കുവാനായിട്ട് കൂടെയുള്ള ശക്തനായ ദൈവം തന്നെ, ദൈവപുത്രൻ തന്നെയാണ് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. അപ്പോൾ അവർക്ക് മറ്റ് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തങ്ങളോട് കൂടെയുള്ളവൻ ഉറച്ച പാദങ്ങളുള്ളവനാണ്, വിശ്വസ്തനാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. ഇനി 19-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് സഭകളെക്കുറിച്ചുള്ള ആ ക്രിസ്തുവിൻ്റെ വിലയിരുത്തലാണ്. ഇപ്പോൾ 19-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടി ഒന്ന് വായിക്കാം. നിൻ്റെ പ്രവൃത്തികൾ, നിൻ്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹനശക്തിയും ഞാൻ അറിയുന്നു. അപ്പോൾ നിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നതിൻ്റെ ഒരു വിശദീകരണമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹനശക്തി എന്നീ 4 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുക. അപ്പോൾ ആദ്യം നിൻ്റെ ആ സ്നേഹം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള പദം തന്നെയാണ്. അഗാപ്പെ എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ നിൻ്റെ സ്നേഹം ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സഭയ്ക്ക് ദൈവത്തോടും സഹചരോടും മനുഷ്യരോടുമുള്ള ആ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും അത് അവരിൽ തിളങ്ങി നിൽക്കുന്നു എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ അതിനുശേഷം പറയുന്നു നിങ്ങളുടെ വിശ്വാസം ഞാൻ അറിയുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശ്വാസം ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും യേശുവിലും ദൈവത്തിലുമുള്ള വിശ്വാസമാണ്. അപ്പോൾ അന്ന് അവർ നിലകൊള്ളുന്ന താമസിക്കുന്ന ആ റോമൻ സാമ്രാജ്യത്തിലെ ആ ചക്രവർത്തിയിലല്ല വിശ്വാസം അവർ അർപ്പിച്ചിരിക്കുന്നത്, അത് യേശു ക്രിസ്തുവിൽ തന്നെയാണ് എന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ യേശുവിലേക്ക് അവർ കടന്നു വന്നു. പിന്നെ യേശുവിനുള്ള വിശ്വാസം അവർ പല പ്രതിസന്ധികൾക്കും ഇടയ്ക്ക് അവർ അതിനിടക്കം തട്ടാതെ, കോട്ടം തട്ടാതെ അതിനെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നു എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുന്നു. പിന്നെ 3-ാമത് നിങ്ങളുടെ ശുശ്രൂഷയും ഞാൻ അറിയുന്നു. നിങ്ങളുടെ ശുശ്രൂഷ
ദിയക്കോണിയ എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക. ശുശ്രൂഷ അത് അവരുടെ സമൂഹത്തിൽ, സഭാ സമൂഹത്തിൽ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് പ്രധാനമായിട്ടും യേശുവിന് സാക്ഷ്യം നൽകുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ തങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അവരൊക്കെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വിളങ്ങി നിൽക്കുന്നത് യേശുവിനോടുള്ള പ്രതിബദ്ധത തന്നെയാണ്, യേശുവിനോടുള്ള സാക്ഷ്യം തന്നെയാണ് ഈ ശുശ്രൂഷയിലൂടെ അവർ കാണിച്ചു കൊടുക്കുന്നത്. ഇനി അവിടെയുള്ള എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനങ്ങളിൽ പലയിടത്തും ഈ ശുശ്രൂഷയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് നാം ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇനി തുടർന്ന് പറയുന്നു, നിങ്ങളുടെ സഹനശക്തിയും ഞാൻ അറിയുന്നു. നിങ്ങളുടെ സഹനശക്തിയും. ഇപ്പം എന്താണ് സഹനശക്തി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? യോഹന്നാൻ ശ്ലീഹ സ്വയം പരിചയപ്പെടുത്തിയപ്പോഴും അവിടെ പറയുന്നുണ്ട്, നിങ്ങളോടുകൂടി യേശുവിൽ നിങ്ങളുടെ സഹനശക്തിയിലും ഒന്നായിരിക്കുന്നവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഹനശക്തി എന്ന് പറയുമ്പോൾ യേശുവിന് സാക്ഷ്യം നൽകുമ്പോൾ അവർ നേരിടുന്ന ആ എതിർപ്പുകൾക്കിടയിൽ പോലും അതിനൊന്നും കീഴടങ്ങാതെ, അതിൽ ഒന്നും അവർ വഴിതെറ്റാതെ ആ യേശുവിനോട് വിശ്വസ്തത പുലർത്തുന്നതിനെയാണ് സഹനശക്തി എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം വന്നാലും അവരൊരിക്കലും യേശുവിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിലവർ സ്ഥിരതയോടെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നപ്പോൾ യേശു അവരുടെ ജീവിതത്തിലുള്ള നിസ്സാരയായ ഈ സഭയുടെ ജീവിതത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അത് എടുത്തു പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി തുടർന്ന് പറയുന്ന ഭാഗവും അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പറയുന്നു, നിൻ്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ അധികമാണ്. നിൻ്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ അധികമാണ്. എഫെസൂസിലെ സഭയ്ക്കുള്ള കത്തിൽ പറഞ്ഞത് നാം ഓർക്കുന്നുണ്ടാകും, ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്ക് ഇപ്പോഴില്ല. അപ്പോൾ ആ സഭയുടെ പറയുന്ന ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു, നിൻ്റെ അവസാനത്തെ പ്രവൃത്തികൾ കുറച്ചുകൂടി മെച്ചമാണ്. അതായത് ഇവരുടെ ആ ജീവിത സാഹചര്യങ്ങളിൽ, ഇവരുടെ കഷ്ടതകൾക്കൊക്കെ ഇടയിൽ യേശുവിനോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനായിട്ട്, ചേർന്ന് നിൽക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ അവരെ യേശു അഭിനന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അത് കഴിഞ്ഞ് ഇവരിലുള്ള ഇതൊക്കെയാണെങ്കിലും ഇവരിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ തിന്മകളിലേക്ക് ഇവരുടെ ദൃഷ്ടികൾ പായിക്കുകയാണ്. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നുണ്ട്. വ്യഭിചാരം ചെയ്യുകയും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കുകയും ചെയ്യുവാൻ എൻ്റെ ദാസരെ പഠിപ്പിക്കാനും വഴിതെറ്റിക്കാനും പ്രവാചകയെന്ന് സ്വയം വിളിക്കുന്ന ജസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ഇപ്പോൾ ജസബേൽ എന്ന സ്ത്രീ, ഇപ്പോൾ പഴയ നിയമത്തിലുള്ള ആ ജസബേൽ എന്ന സ്ത്രീയുടെ ഒരു പ്രതീകം എടുത്തുകൊണ്ട് ആണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്, ആ സ്ത്രീയെ നീ അനുവദിക്കുന്നു. അപ്പോൾ ജസബേൽ എന്ന ആ സ്ത്രീ ആരാണ് എന്ന് നമുക്ക് അറിയണം. നമുക്കറിയാം, 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ, 1 രാജാക്കന്മാർ 16, 31, 32. നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ എത്ബാലിൻ്റെ മകൾ ജസബേലിനെ വിവാഹം ചെയ്യുകയും ബാൽ ദേവനെ ആരാധിക്കുകയും ചെയ്തു. അപ്പോൾ ആ ജസബേൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഭാര്യയാക്കി കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താണ്? ആ സ്ത്രീ അംഗമായിരുന്ന ആ വിജാതീയ സമൂഹത്തിലുള്ള ബാൽ ആരാധന, വ്യാജ ദൈവങ്ങളുടെ ആരാധനയിൽ അദ്ദേഹവും ഇസ്രായേൽ ജനവും പങ്ക് ചേരുന്നു. അപ്പോൾ ജസബേൽ ഇസ്രായേൽ സമൂഹത്തിലേക്ക് ഈ വ്യാജ ആരാധന കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കാണുന്നത് ഈ ജസബേൽ എന്ന ആ സ്ത്രീ ഏലിയ പ്രവാചകൻ്റെ ഒരു പ്രതിയോഗിയായിരുന്നു. 19-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിന് ഇരയാക്കിയ വിവരവും ആഹാബ് ജസബേലിനോട് പറഞ്ഞു.
അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുമ്പ് ഞാൻ നിൻ്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. അപ്പോൾ ഏലിയ പ്രവാചകനെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ഇവൾ ശ്രമിച്ചു. അപ്പോൾ സമൂഹത്തിൽ വ്യാജ ദേവന്മാരോടുള്ള ആരാധന കൊണ്ടുവന്നത് കൂടാതെ തന്നെ ആ സമൂഹത്തിലുണ്ടായിരുന്ന യഥാർത്ഥ പ്രവാചകന്മാരെയെല്ലാം ഉന്മൂലനം ചെയ്യുവാനായിട്ട് ഇവൾ ശ്രമിച്ചു. ഇനി മാത്രമല്ല, നമ്മൾ കാണുന്നത് നിർദോഷികളായിട്ടുള്ളവരെ അവൾ ക്രൂരമായിട്ട് വധിക്കുവാനായിട്ടും അവൾ ശ്രമിക്കുന്നുണ്ട്. 21-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാനായിട്ട് ജെസബേൽ ചെയ്ത കാര്യം. അപ്പോൾ നാബോത്തിനെതിരെ വ്യാജ കള്ളസാക്ഷിയെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊന്ന ശേഷം ആ മുന്തിരിത്തോട്ടം സ്വന്തമാക്കി രാജാവിന് കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ജെസബേൽ എന്ന് പറയുന്ന ആ സ്ത്രീ പഴയ നിയമത്തിൽ ദുഷ്ടതയുടെ വ്യാജാരാധനയുടെ ഒക്കെ ഒരു പ്രതീകമാണ്. അപ്പോൾ ആ ഒരു പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സഭയുടെ അവസ്ഥ ചിത്രീകരിക്കുവാനായിട്ട് യോഹന്നാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജെസബേൽ തിയത്തീറയിലെ വിശ്വാസികളെ വിഗ്രഹാരാധനയിലേക്കും ലൈംഗിക ദുർവൃത്തിയിലേക്കും വഴിതെറ്റിക്കുന്ന വ്യാജ പ്രവാചികയെയോ അല്ലെങ്കിൽ വ്യാജ പ്രബോധകരെയോ സൂചിപ്പിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ആ ജെസബേലിൻ്റെ മാർഗങ്ങളിലേക്ക് ഇവരും സാവധാനം കടന്നു പോകുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നത്. ഇനി അവൾ ചെയ്യുന്ന എന്താണ്? വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. നാം ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു, ഈ വിജാതീയ മതാചാരങ്ങളിലൊക്കെ പങ്കുചേരുന്നവർ ചിലപ്പോഴൊക്കെ അവിടെയുള്ള സദ്യയിൽ വിരുന്നിലൊക്കെ പങ്കുചേരാനായിട്ടൊക്കെ ശ്രമിച്ചിരുന്നു. പലപ്പോഴുമൊക്കെ അതിന് കുറേ കൂടി മതാത്മകമായിട്ടുള്ള ഒരു അടിസ്ഥാനമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആ വിശ്വാസികളെല്ലാം അതുവഴിയായിട്ട് അത് വഴിതെറ്റിക്കുവാനായിട്ട് അത് ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെയാണ് പ്രവാചകൻ യോഹന്നാൻ പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ സാമൂഹിക പശ്ചാത്തലം കണ്ടപ്പോൾ നമ്മൾ പറയുകയുണ്ടായി. ഇനി അവളെക്കുറിച്ച് പറയുന്ന ഒരു പേരാണ്, അവൾ പ്രവാചികയാണ്. പ്രവാചികയെന്ന് സ്വയം വിളിക്കുന്നു. ഇപ്പോൾ പ്രവാചികയെന്ന് സ്വയം വിളിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ആ പശ്ചാത്തലം നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ഇതിന് ഒരു പ്രവാചക മാനം കൂടിയുണ്ട്. ഒരു പ്രവാചക ഗ്രന്ഥം കൂടിയാണ് വെളിപാട് ഗ്രന്ഥം എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആദിമ ആ സഭാ സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള പ്രവാചക സമൂഹങ്ങൾ, പ്രവാചകരൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. ആദിമ നൂറ്റാണ്ടിൽ ക്ഷേത്രങ്ങളിലൊക്കെ പുരോഹിതകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ അവരൊക്കെ അരുളപ്പാടുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് മറ്റ് മതങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പ്രവാചകരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 36-ാമത്തെ വാക്യം നമ്മൾ അവിടെ ഒരു പ്രവാചികയെ കാണുന്നുണ്ട്. 2-ാം അധ്യായം 36-ാമത്തെ വാക്യം ഇവിടെ പറയുന്നു, ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദിമ ആ സമൂഹത്തിൽ തന്നെ പ്രവാചകരായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, പ്രവാചക സ്ത്രീകളുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 21-ാം അധ്യായം 9-ാമത്തെ വാക്യം, കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 പുത്രികൾ പീലിപ്പോസിന് ഉണ്ടായിരുന്നു എന്ന കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി 1 കൊരിന്തോസ് 11:5 വീണ്ടും സഭാസമൂഹത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാരെക്കുറിച്ചാണ് പറയുന്നത്. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ ശിരസിനെ അവമാനിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം ആ സഭാസമൂഹത്തിൽ പ്രവാചകരോടൊപ്പം പ്രവാചികമാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ യോഹന്നാൻ്റെ ആ സഭാസമൂഹങ്ങളിലും
പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ജസബേൽ അവരിൽപ്പെടുന്ന ഒരു പ്രവാചിക ആയിരുന്നിരിക്കാം. പക്ഷേ ഇവൾ ഒരു വ്യാജ പ്രവാചികയാണ്. ഇപ്പോൾ വ്യാജ പ്രവാചിക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ വെള്ളം ചേർത്ത് സഭാസമൂഹത്തെ വഴി തെറ്റിക്കുന്നവരെയാണ് വ്യാജ പ്രവാചകർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ യേശുവിനെ ശിഷ്യരയക്കുന്നതോടൊപ്പം തന്നെ പിന്നെ മറ്റ് മത ആചാരങ്ങൾ കൂടി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തികൾ എന്ന് വേണേൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ജസബേൽ എന്ന ആ സ്ത്രീ നൽകുന്ന പ്രബോധനങ്ങളെ ഇവർ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ യേശു ഈ സഭാസമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ മുമ്പത്തേതിനേക്കാൾ അധികമാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇനിയും ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി അവളെക്കുറിച്ച് പറയുന്നത് എന്താണ്? മാനസാന്തരപ്പെടാനായിട്ട് അവൾ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഈ വ്യാജപ്രവാചിക തീർച്ചയായിട്ടും അവരെയുമൊക്കെ സഭയിലേക്ക് യേശുവിലേക്ക് കൂടുതൽ അടുപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവൾ മാനസാന്തരപ്പെടാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്നാണ് പറയുക. ഇനി 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു പറയുന്നു, അവളെ ഞാൻ രോഗശൈലിയിലേക്കും അവളോടൊത്ത് വ്യഭിചരിക്കുന്നവരെ അവർ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വലിയ ക്ലേശത്തിലേക്കും ഞാൻ വലിച്ചെറിയും. അപ്പോൾ ഈ പ്രവാചികയെ രോഗശൈലിയിലേക്ക് വലിച്ചെറിയും എന്നിവിടെ പറയുന്നത്. ഇപ്പോൾ എന്താണ് രോഗശൈലിയിലേക്ക് വലിച്ചെറിയും എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത്? യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ശയ്യ എന്ന് മാത്രമേ ഉള്ളൂ, ശയ്യയിലേക്ക് വലിച്ചെറിയും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് പരിഭാഷകളിൽ രോഗശയ്യെന്നോ ചിലപ്പോൾ പാതാള ശയ്യയോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശയ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പല ചിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും. വിരുന്നുണ്ണുമ്പോൾ ഒക്കെ ചാഞ്ഞ് കിടന്നുകൊണ്ട് ഒക്കെ വിരുന്നുണ്ണുന്ന ചിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിലൊക്കെ കാണും. അപ്പോൾ ആദിമ സഭാ സമൂഹങ്ങളിലൊക്കെ അക്കാലങ്ങളിലൊക്കെ വിരുന്നിൽ പങ്കുചേരുന്നവർ കിടക്കയിൽ ചാഞ്ഞു കിടന്നാണ് ഒരു വിരുന്നുണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇവിടെ പറയുക. അതുമല്ലെങ്കിൽ ഇവളുടെ വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന ഒരു വ്യഭിചാര ശയ്യയായിരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറയുന്നതാണ് ശയ്യയിലേക്ക്, അതായത് രോഗശൈലിയിലേക്ക് അവളെ വലിച്ചെറിയുമെന്ന് പറയുമ്പോൾ അവളെ ശിക്ഷിക്കും എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. രോഗശൈലിയിലേക്ക് അവളെ വലിച്ചെറിയുന്നു. ഇനി ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ വ്യഭിചാരം എന്നുള്ള ആ ഒരു പദത്തിന് കുറച്ചുകൂടി വ്യാപകമായിട്ടുള്ള അർത്ഥം വെളിപാട് ഗ്രന്ഥത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അവസാന അധ്യായങ്ങൾ 17 അധ്യായങ്ങൾ മുതൽ നോക്കുമ്പോൾ അവിടെ ബാബിലോൺ എന്ന ആ വേശ്യയോടൊത്ത് വ്യഭിചരിക്കുന്ന രാജാക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? വ്യഭിചരിക്കുകയെന്ന് പറയുമ്പോൾ അന്നത്തെ തിന്മ നിറഞ്ഞ ആ വ്യവസ്ഥിതികളുമായിട്ട് ഒന്നിച്ച് പോകുന്നവർ അല്ലെങ്കിൽ ഇടകലർന്ന് പോകുന്നവരെയാണ് ഒക്കെ സൂചിപ്പിക്കുക. അപ്പോൾ വ്യഭിചരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ധാർമ്മികമായിട്ടുള്ള തലത്തിൽ മാത്രമല്ല അർത്ഥമാക്കുക. അപ്പോൾ സാമൂഹികമായിട്ട് തിന്മയുടെ കൂടെ പോകുന്നവർ, തിന്മ നിറഞ്ഞ വ്യവസ്ഥകളോട് കൂടെ ചേർന്ന് പോകുന്നവരൊക്കെ നമുക്ക് വ്യഭിചാരത്തിൽ പങ്കുചേരുന്നവർ എന്ന് വിളിക്കുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെയുള്ളവർ ആ സാമ്രാജ്യത്തിൻ്റെ തിന്മകളിൽ പങ്കുചേരുന്നതിനെയായിരിക്കാം ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ പറയുന്നു, വലിയ ക്ലേശത്തിലേക്ക് ഞാൻ വലിച്ചെറിയും. അപ്പോൾ വലിയ ക്ലേശത്തിലേക്ക് വലിച്ചെറിയുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷ അതായിരിക്കും അത് അർത്ഥമാക്കുന്നത്. വെളിപാടിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ബാബിലോൺ നഗരത്തിനും പിന്നെ അവളോട് കൂടെ നിൽക്കുന്ന രാജാക്കന്മാർക്കും എല്ലാം ശിക്ഷ നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശിക്ഷയെക്കുറിച്ച് തന്നെയായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ അല്ലാത്തവർ അവസാനം അന്ത്യവിധിയുടെ സമയത്ത് ശിക്ഷയ്ക്ക് വിധേയരാകും എന്നായിരിക്കും അർത്ഥമാക്കുന്നത്. ഇനി 23-ാമത്തെ വാക്യത്തിലുള്ള ഒരു പ്രയോഗം അതല്പം ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അവരുടെ മക്കളെ ഞാൻ കൊന്നുകളയും, അവരുടെ മക്കളെ ഞാൻ കൊന്നുകളയും. ഇപ്പം എന്താണ് അവരുടെ മക്കളെ കൊന്നുകളയും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അത് ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അവരുടെ മക്കളെന്ന് പറയുമ്പോൾ ആ ജസബേലിൻ്റെ പ്രബോധനങ്ങൾ പിന്തുടരുന്ന
വ്യക്തികൾ. അപ്പോൾ അതാണ് അവളുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അടുത്ത് വരുന്ന തലമുറ. അപ്പോൾ അവരെ കൊന്നുകളയുമെന്ന് വെച്ചാൽ ഇവളുടെ ആ പ്രബോധനങ്ങൾക്ക്, ഈ സഭയെ വഴിതെറ്റിക്കുന്ന പ്രബോധനങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവൾ മക്കളെ കൊന്നുകളയുമെന്ന് പറയുമ്പോൾ യേശു അവരെ കൊല്ലുന്നതല്ല അർത്ഥമാക്കുക, ഇവളുടെ ആ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. ഇനി ഇവിടെ വരുന്ന ഒരു പ്രയോഗം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കാം. ഇവിടെ 3 പ്രാവശ്യം മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, വ്യഭിചാരത്തിൽ മാനസാന്തരപ്പെടാൻ കൂട്ടാക്കുന്നില്ല, പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എന്നൊക്കെ വീണ്ടും 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. അപ്പോൾ അത് ഈ മാനസാന്തരത്തിൻ്റെ പ്രാധാന്യം കാണിക്കുവാനായിട്ടാണ് ഗ്രന്ഥകാരൻ അത് 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തിയത്തീറയിലെ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ നല്ലതാണ്, മുൻപത്തേതിനേക്കാൾ കുറേ കൂടി തീക്ഷ്ണമായിട്ട് നിങ്ങൾ യേശുവിനെ പിൻചെല്ലുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളറിയാതെ തന്നെ ചില തിന്മകളുടെ പാതയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് എന്ന കാര്യം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക. ഇനി ഈ കത്തിലുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും വന്ദനം.